IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ സർക്കാരിന് കനത്ത തിരിച്ചടി. എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാറിന്റെ നിയമനം ഉൾപ്പെടെ റദ്ദാക്കിയ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേഡർ നിയമങ്ങൾ ലംഘിക്കരുതെന്ന് ഉത്തരവിട്ടു. വിധിയിൽ ആശ്വാസമുണ്ടെന്നും കേസിന് പോയതിൽ തന്നെ നിരന്തരം വേട്ടയാടിയെന്നും കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B അശോക് കുമാർ IAS 24നോട് പറഞ്ഞു. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B അശോക് കുമാറിനെ സ്ഥലം മാറ്റിയതുൾപ്പെടെയുള്ള 3 സ്ഥലമാറ്റ ഉത്തരവുകൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കി. IAS ഉദ്യോഗസ്ഥരുടെ തസ്തികകളിൽ കേഡറിതര ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് CAT വ്യക്തമാക്കി. ഉത്തരവോടെ എക്സൈസ് കമ്മീഷണറായ MR അജിത് കുമാറിന് സ്ഥാനം നഷ്ടമായി. 2023 IAS ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് സുപ്രധാന വിധി. കേസിന് പോയതുകൊണ്ട് തന്നെ സർക്കാർ വേട്ടയാടിയെന്നും വിധിയോടെ IAS കേഡറിലെ നിയമവിരുദ്ധമായ നിയമനങ്ങൾ അവസാനിക്കുമെന്നും B അശോക് കുമാർ പറഞ്ഞു. IAS കേഡറിന് ഇയർമാർക്ക് ചെയ്ത പോസ്റ്റുകളിൽ സേവനമനുഷ്ഠിക്കുന്ന യോഗ്യതയില്ലാത്ത വിരമിച്ച ആളുകളെയും അല്ലാത്തവരെയും നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു. അവർക്ക് ഇന്ന് പദവി നഷ്ടപ്പെട്ടു. ഞാൻ കേസ് നടത്താൻ പോയെങ്കിൽ എന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാൻ തീരുമാനിച്ചു. അതേ ചട്ടം ലംഘിച്ചുകൊണ്ട് ചട്ടം ഞങ്ങൾ ലംഘിക്കും എന്ന് കാണിക്കാൻ വേണ്ടി പെറ്റീഷണറെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചു. അത് 3 സ്വാഭാവികമായിട്ട് റദ്ദ് ചെയ്തു. പീഡിപ്പിക്കാവുന്ന എല്ലാ രീതിയിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് നിയമപരമായ മാർഗത്തിലൂടെ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ടിയിരുന്ന പല ഹയർ പോസ്റ്റുകളും ഇല്ലാതെയാക്കി, പ്രതികൂല റിപ്പോർട്ടുകൾ എൻ്റർ ചെയ്തു, കള്ള റിപ്പോർട്ടുകൾ എഴുതി അയച്ചു. കിലെ IMG ഡയറക്ടർ സ്ഥാനങ്ങളും IAS കേഡർ തസ്തികകളാണെന്നും CAT വ്യക്തമാക്കി. വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുമോ എന്ന് വ്യക്തമല്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.